യെസ്, എന്തായാലും മത്സര സാധ്യതകൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അരുൺ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ടേം വ്യവസ്ഥ എന്നത് നേരത്തെ തന്നെ പാർട്ടി തീരുമാനിക്കും, അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില മണ്ഡലങ്ങൾ നമ്മൾ സൂചിപ്പിച്ച മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിയമം എന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നേമത്തും വട്ടിയൂർക്കാവിലുമാണ് BJP ഒരു മേൽക്കൈ നേടിയത്. ഒരു പക്ഷേ നേമത്ത് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല എങ്കിൽ BJPയും CPIയും തമ്മിലൊരു ധാരണ എന്ന നിലയിലേക്ക് കോൺഗ്രസ് പ്രചാരണം ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ അത് കേരളത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്ന ഒരു പ്രതിഫലനമായി മാറുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെങ്ങന്നൂരിലേക്ക് വന്നാൽ ചെങ്ങന്നൂരിൽ നിലവിൽ സജി ചെറിയാൻ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ LDFൻ്റെ ആ ലീഡ് കുറയുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ നൽകിയതാണ് ഒരുപക്ഷെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ മറിയ ഉമ്മനെ പോലെയുള്ളവർ പോലും UDFൻ്റെ കാൻഡിഡേറ്റ് ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ ഇന്നലെ ന്യൂസ് ടെൻസിൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. അവിടെ സന്ദീപ് വാചസ്പതിയെ പോലെയുള്ള ആളുകൾ ആണ് BJPയുടെ ലിസ്റ്റിലുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഒരു കൃത്യമായ വോട്ട് ഷെയർ BJPക്കുള്ള ഒരു മണ്ഡലം കൂടിയാണത്. അപ്പോൾ ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ പകരം വയ്ക്കാൻ ഇവരെ പോലെ കരുത്തരായവർ ഇല്ല എന്നതുകൊണ്ടുകൂടിയാണ് ഈ മന്ത്രിമാർക്ക് മത്സരിക്കേണ്ടി വരുന്നത്. അതാണോ പശ്ചാത്തലം? തീർച്ചയായും പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. നേമത്തെ വി ശിവൻകുട്ടി അല്ലാതെ മറ്റൊരാൾ വന്നാൽ അവിടെ അഭിലാഷ് സൂചിപ്പിച്ചപ്പോഴുള്ള ആരോപണങ്ങൾ ശക്തമാകും. അതേ പ്രതിസന്ധി കോൺഗ്രസിലുമുണ്ട്. കെ മുരളീധരൻ മത്സരിച്ചപ്പോഴാണ് അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിയത്. വി ശിവൻകുട്ടി ജയിച്ചതിനപ്പുറത്തേക്ക് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി വളരെ നിർണായകമായിരുന്നു. ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നപ്പോഴാണ് അവിടെ BJP പരാജയപ്പെട്ടു പോയത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. 2016 അവിടെ വി സുരേന്ദ്രൻപിള്ളയാണ് UDFന്റെ ഘടകകക്ഷിക്ക് നൽകിയ സീറ്റായിരുന്നു അത് മത്സരിച്ചത്. അവിടെ വലിയ പരാജയം കോൺഗ്രസിനും CPIനും ഉണ്ടായി. O രാജഗോപാൽ വിജയിച്ചു വന്നു. അവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ വഴിയൊരുക്കിയത് കോൺഗ്രസ് എന്ന പഴി ഇപ്പോഴും അവർക്ക് ഉണ്ട്. കഴിഞ്ഞ തവണ അതിന് പ്രായശ്ചിത്തം എന്ന നിലയിൽ കൂടിയാണ് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം. മുരളീധരൻ പരാജയപ്പെട്ടുവെങ്കിലും വി ശിവൻകുട്ടിക്ക് അവിടെ ജയിക്കാനായി അദ്ദേഹം മന്ത്രിയുമായി. ശിവൻകുട്ടി ഇപ്പോഴും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം സജീവമായി തന്നെ മണ്ഡലത്തിലുണ്ട്. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുക്കുകയുമാണ്. പക്ഷേ ശിവൻകുട്ടിയെ മാറ്റി മറ്റൊരു പേര് CPI പരിഗണിക്കാനില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിഗണിച്ചാൽ പോലും അതൊരു ശക്തി കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ BJP ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ BJP ജയിക്കുന്നതിന് മുമ്പ് തന്നെ സ്വാഭാവികമായും അവിടെ വലിയ പ്രചരണം UDFന്റെ ഭാഗത്തുനിന്നുണ്ടാകും. നിയമം വിട്ടുകൊടുക്കാൻ അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായി ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തുന്ന പ്രചരണം സ്വാഭാവികമായി ഉയർന്നു വരും. CPM അത് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വി ശിവൻകുട്ടി എന്ന പേര് അവിടെ സജീവമായി പരിഗണിക്കുന്നത്. ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു പേര് ഈ ഘട്ടത്തിൽ CPMന് മുന്നില്ല. ശിവൻകുട്ടി തന്നെ മത്സരിക്കാനാണ് എല്ലാ സാധ്യതകളും. ചെങ്ങന്നൂരും അതുപോലെ തന്നെയാണ്. സജി ചെറിയാൻ പിടിച്ചെടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ സജി നിലനിർത്തിയ സീറ്റാണത്. പിന്നീട് അദ്ദേഹം കഴിഞ്ഞ തവണ വീണ്ടും വിജയിക്കുകയും ചെയ്തു. സജി ചെറിയാൻ ജനകീയനായ ഒരു MLA നിലയിൽ അവിടെ കാര്യങ്ങൾ നിലനിൽക്കുന്നയാളുമാണ്. സജി ചെറിയാൻ പലപ്പോഴും മത്സരിക്കാൻ തയ്യാറല്ലാത്ത സൂചനകളൊക്കെ പല ഘട്ടങ്ങളിൽ നൽകിയെങ്കിലും അദ്ദേഹം തന്നെ അവിടെ വീണ്ടും മത്സരിക്കേണ്ടി വരും. അത്തരം സീറ്റുകളിലൊന്നും CPM ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. വിജയസാധ്യത മാത്രമാകും ഇത്തവണ CPMന്റെ സ്ഥാനാർത്ഥിത്വത്തിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ നിർദ്ദേശം പാർട്ടി നൽകിയത്. അങ്ങനെയാണ് കൃത്യമായി തന്നെ വിജയസാധ്യത ഉള്ളത് എത്തണം. ഒരു കാരണവശാലും നിലവിലെ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ചില നേതാക്കൾ നിർത്തിയാൽ മാത്രം ജയിക്കാവുന്ന മണ്ഡലങ്ങളുടെ ഒരു ഉദാഹരണത്തിന് TP രാമകൃഷ്ണൻ. അദ്ദേഹം ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യത കുറവെന്നാണ് ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ അവിടെ ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ മത്സരിക്കാൻ എത്തിയേക്കാം. അങ്ങനെയെങ്കിൽ TP രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ പോലും വീണ്ടും മത്സരിക്കുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ ഒരു നേതാവ് മത്സരിച്ചാൽ മാത്രം ജയിക്കാൻ കഴിയുള്ള പൂർണ്ണമായും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ടെങ്കിൽ അവിടെ മറ്റെല്ലാ പരിഗണനയും മാറ്റിവെച്ചുകൊണ്ട് അവിടെ ജയസാധ്യത എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനും പ്രചരണരംഗത്തേക്ക് ഇറങ്ങാനുമാണ് CPMന്റെ തീരുമാനം. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ ഈ സിറ്റിംഗ് MLAമാരെ അത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ഇറക്കാൻ CPM തീരുമാനമെടുക്കുന്നത്. യെസ്, തീർച്ചയായും ഇതാണ് CPIന്റെ സാഹചര്യം. അതോടൊപ്പം അരുൺ, ഈ CPI മന്ത്രിമാർ, ഈ 4 മന്ത്രിമാരും മത്സരിക്കുമെന്ന് അരുൺ പറഞ്ഞു കഴിഞ്ഞൊരു പശ്ചാത്തലമുണ്ട്. CPIയും ചില സ്ട്രോങ് നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കാറുണ്ട് എന്നത് അറിയാമല്ലോ. ഇപ്പോൾ VS സുനിൽകുമാറിനെ പോലെയുള്ള ഒരു നേതാവ് വലിയ ഇമേജുള്ള നേതാവാണ്. ജനങ്ങൾക്കേറെ പ്രിയപ്പെട്ട നേതാവായിരുന്നു. സാധാരണക്കാരിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുന്ന നേതാവായിരുന്നു. പക്ഷേ സുനിൽകുമാറിനെ പോലും മാറ്റി നിർത്തി പുതിയ അവസരങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന തീരുമാനങ്ങളിലേക്കൊക്കെ പോയ പാർട്ടിയാണത്. ഇത്തവണ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ സിറ്റിംഗ് മന്ത്രിമാർ
അല്ലെങ്കിൽ സിറ്റിംഗ് MLA-മാരിൽ മന്ത്രിമാരായിട്ടുള്ളവർ അവരെ മത്സരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെയും ഇത് തന്നെയാണ് സാഹചര്യം എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് മുന്നണിക്കകത്ത് തന്നെ അസ്വാരസ്യങ്ങളുള്ളത് CPIയും തമ്മിലാണ്. ഇടത് നയങ്ങളിൽ തന്നെ CPIഎമ്മിനോട് പല വിഷയങ്ങളിലും ഇടഞ്ഞു നിൽക്കുന്ന സമീപനം CPIക്ക് ഉണ്ട് താനും. അപ്പോൾ മണ്ഡലത്തിൽ കൃത്യമായി വോട്ടുകൾ എത്തിക്കുക, CPIയുടെ അക്കൗണ്ടിൽ കൃത്യമായി ഇടതുപക്ഷ വോട്ടുകൾ എത്തുക, അവിടെ CPIഎമ്മിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെട്ടാൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന പശ്ചാത്തലമൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. അത് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ പോലും അരുൺ, അത്തരം സാധ്യതകളുണ്ടല്ലോ. ഇപ്പോൾ ഈ CPIയുടെ വിമർശനം അല്ലെങ്കിൽ CPI വിമർശിക്കുന്ന CPIഎമ്മിൽ നിന്ന് തന്നെ അത്തരം വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. CPI നേട്ടമുണ്ടാകുമ്പോൾ അതെല്ലാം CPIയുടെ അക്കൗണ്ടിൽ, കോട്ടമുണ്ടാകുമ്പോൾ അതെല്ലാം CPIഎമ്മിൻ്റെ പേരിൽ, അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കൂടി നിലനിൽക്കുന്നൊരു പശ്ചാത്തലമാണുള്ളത്. അഭിലാഷ്, CPI VS സുനിൽകുമാറിന് 3 തവണ മത്സരിക്കാൻ സീറ്റ് നൽകിയ പാർട്ടിയാണ്. രണ്ട് ടേമാണ് CPIയുടെ സാധാരണഗതി 2 ടേം ആണ് അവർ ഒരു നേതാവിന് നൽകുന്നത്. പക്ഷേ അവിടെ ഒരു ഇളവ് നൽകി സുനിൽകുമാറിന് 3ാം തവണയും CPM മത്സരിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം 2016-ൽ മന്ത്രിയാകുന്നത്. അതേ ഒരു ഇളവാണ് ഇപ്പോൾ ഒല്ലൂരിൽ കെ രാജന് 2 തവണ അവിടെ നിന്ന് ജയിച്ചു. ഒല്ലൂരിൽ ചരിത്രം നോക്കിയാൽ ഒരു തവണയിൽ കൂടുതൽ അവിടെ ജയിച്ച നേതാക്കളില്ല. പക്ഷേ അവിടെ 2 തവണ കെ രാജ ജയിച്ചു. ഇപ്പോഴും അദ്ദേഹം അവിടെ വളരെ ജനകീയനായ നേതാവാണ്. ഇടതുമുന്നണിയുടെ പരമ്പരാഗത വോട്ടുകൾക്ക് അപ്പുറം സമാഹരിക്കാൻ കഴിവുള്ള ആളെന്ന രീതിയിലാണ് CPI രാജനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജന് ഒല്ലൂരിൽ വീണ്ടും ഒരു സീറ്റ് നൽകാൻ CPI ആലോചിക്കുന്നത്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ്. മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിൽ നെടുമങ്ങാട് ആദ്യ തവണ തന്നെ വന്ന് മന്ത്രിയായി എന്ന അപൂർവതകളിൽ ഒന്നാണ് GR അനിലിന് ലഭിച്ചത്. CPMന്റെ കോട്ടയാണ്, CPM ശക്തി കേന്ദ്രമാണ് നെടുമങ്ങാട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ മുന്നേറ്റം ഇടതുമുന്നണിക്കുണ്ടായ മണ്ഡലമാണ് നെടുമങ്ങാട്. അവിടെയാണ് GR അനിലിനെ വീണ്ടും മത്സരിപ്പിക്കാൻ CPI ആലോചിക്കുന്നത്. അതിന് കാരണം അദ്ദേഹം അവിടെ CPMുമായി പോലും വളരെ നല്ല ബന്ധം വയ്ക്കുന്ന നേതാവാണ്. മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹം CPMുമായി പ്രാദേശികമായും അത് മേൽത്തലത്തിലുമൊക്കെ CPMുമായി വളരെ അടുത്ത ബന്ധമുള്ള നേതാവാണ് GR അനിൽ. അവിടെ അദ്ദേഹം നിർത്തിയാൽ അതൊരു വളരെ അനായാസജയമായി മാറുമെന്ന് CPI കണക്കുകൂടും. അതുകൊണ്ട് തന്നെയാണ് അവിടെ മറ്റു പേരുകളിലേക്ക് CPI പോകാത്ത. GR അനിൽ അവിടെ വീണ്ടും മത്സരിക്കും. ചിഞ്ചുറാണി ചടയമംഗലത്ത് കഴിഞ്ഞ തവണ ജയിച്ചു വന്നു, മന്ത്രിയായി. പക്ഷേ അവരുടെ പ്രവർത്തനത്തിനും കാര്യമായ ഒരു മതിപ്പ് CPI നേതൃത്വത്തിനില്ല. പക്ഷേ അവരെ മാറ്റാനുള്ള സാഹചര്യമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. CPIയുടെയും CPMന്റെയും ഒക്കെ ശക്തി കേന്ദ്രമാണ് ചടയമംഗലം. അവിടെ ആര് നിന്നാലും ജയിക്കാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിഞ്ചുറാണി അവിടെ നിന്ന് മാറ്റി ഒരു പുതുമുഖത്തെ പരീക്ഷിക്കാൻ അവർ ആലോചിക്കുന്നു. അപ്പോഴും ചിഞ്ചുറാണിക്ക് സീറ്റ് നൽകാതിരിക്കില്ല. ചിഞ്ചുറാണി ചടയമംഗലത്ത് തുടർച്ചയായി 3 തവണ ജയിച്ച GS ജയലാൽ അവിടെ നിന്ന് ഇത്തവണ അദ്ദേഹം മാറുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അവിടെ BJP കൂടി ശക്തിയുള്ള ഒരു മേഖലയാണ്. BJP കഴിഞ്ഞ തവണ 2ാമത് വന്ന ഒരു മണ്ഡലമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനം BJP കാഴ്ചവെക്കാനായ ഒരു നിയമസഭാ മണ്ഡലം. അവിടെ ജയലാലിന് പകരം ചിഞ്ചുറാണിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ CPI തേടുന്നുണ്ട്. അവിടെ ജയിച്ചു വരിക അത്ര എളുപ്പമെന്ന് CPI ഇപ്പോൾ കരുതുന്നില്ല. അതുകൊണ്ട് വലിയ സമ്പന്നയായ ഒരു നേതാവിനെ ഇറക്കിയ ഒരു മന്ത്രി എന്ന നിലയിൽ കൂടി അവിടെ ഇറങ്ങിയാൽ ഒരുപക്ഷെ ഗുണം ചെയ്യുമെന്ന് CPI ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല. ജയലാലിന് പകരം ഒരു പുതുമുഖത്തെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ പുതുമുഖത്തെ ചടയമംഗലത്തേക്ക് മാറ്റിയിട്ട് ചിഞ്ചുറാണിയെ മത്സരിപ്പിക്കാനാകുമോ എന്ന കാര്യമാണ് CPI പരിശോധിക്കുന്നത്. ചേർത്തലയിൽ P പ്രസാദ് തന്നെ വീണ്ടും മത്സരിക്കും. അദ്ദേഹം ജനകീയനായ ഒരു നേതാവാണ് നമ്മൾ പൊതു പ്രദേശത്ത് അറിയപ്പെടുന്നത്. സജീവമായി തന്നെ മണ്ഡലത്തിലുള്ള ഒരു MLA കൂടിയാണ് പ്രസാദിന്റെ ജനകീയത ജനപ്രിയത മുതലെടുത്തുകൊണ്ട് എല്ലാ ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ പോലും മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് CPIക്കുള്ളത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചതുപോലെ CPIയുമായി പിണങ്ങി നിൽക്കുകയാണ് CPI എന്ന് പറയുമ്പോൾ അത്തരത്തിൽ താഴെ തട്ടിലേക്ക് അത്തരം ഒരു വൈരുദ്ധ്യം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത്തരം തർക്കങ്ങൾ കൊണ്ടുപോകാനോ CPIയും ആഗ്രഹിക്കുന്നില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 പാർട്ടികൾക്കും നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. മറ്റൊരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥ, കേരളം കൂടി കൈവിട്ടാൽ ഒരിടവുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അത് CPI ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് വിജയമെന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് മുന്നോട്ട് ഇറങ്ങുക. മറ്റന്നാൾ ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവലോകനമാണ് പ്രധാന അജണ്ട. അതിനുശേഷം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കും. പരസ്പരം പഴിചാരാതെ കുറ്റപ്പെടുത്താതെ പാർട്ടി കമ്മിറ്റികൾ ഉയർന്ന ചർച്ചകളൊക്കെ അവിടെ തന്നെ അവസാനിക്കണം. അതിനപ്പുറത്തേക്ക് പാർട്ടികൾ തമ്മിൽ ഒരു തർക്കമോ വൈരുദ്ധ്യമോ പാടില്ല എന്ന കർശന നിർദ്ദേശം നേതൃത്വത്തിൽ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നൊരു പ്രതീക്ഷയാണ് ഇരു പാർട്ടികളുടെയും നേതാക്കൾക്കുള്ളത്. തീർച്ചയായും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.